അച്ഛാ ഉറങ്ങല്ലേ, മരുന്ന് കഴിച്ചിട്ട് ഉറങ്ങാം. ഓഫീസിൽ പോവാനായി. എന്തിനാണ് മോനെ ഇനി മരുന്ന്? എന്നെ മുകളിലേക്ക് എടുക്കാറായി. അച്ഛാ ഞാൻ പോയിട്ട് വരാം, ഓഫീസിൽ പോകാൻ സമയമായി. പോയിട്ട് വാ മോനെ. ഹലോ സർ, പറയൂ. അയ്യ നിങ്ങളോട് എത്ര ദിവസമായി പറയണായി ഒരു ഓമിനേസിനോട്? സാറേ ക്ഷമിക്കണം. ഇന്ന് വിടാം. ഇന്നിടോ? ഇന്നെന്തായാലും വിടാം. വളരെ ഉപകാരം. അയ്യോ, ഓക്കെ ഓക്കെ. സിറ്റുവേഷൻ വളരെ മോശം. അതെല്ലേ? വേമ്പളി ഇപ്പൊ വരുമോ? ശരി ശരി. ഓക്കെ സാറേ. ഞാൻ വിളിച്ചായിരുന്നു, ഓംനേഴ്സ് അല്ലേ? അതെ. അച്ഛന് തീരെ വയ്യ, കിടപ്പിലാണ്. ആളെ മരുന്ന് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. അത്രേ ഉള്ളൂ. അതിനെന്താ, നമ്മുടെ ജോലി തന്നെ ഇത് തന്നെയല്ലേ. പിന്നെ ഏറ്റവും ലളിതമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ചെയ്യണത്. സത്യം പറയാല, ഞാൻ ഇതുപോലത്തെ ഒരാളെ ആഗ്രഹിച്ച് ദൈവമാണ് നിങ്ങളെ കൊണ്ടുവന്നത്. എന്തായാലും നമ്മൾ ആഗ്രഹിക്കണമെങ്കിൽ തന്നെ നല്ലൊരു സ്ഥലത്ത് വന്ന് പെടണമെന്ന്. അച്ഛനെ മരുന്ന് കൊടുക്കാൻ മറക്കരുതിട്ടാ, പറഞ്ഞോലെ. നീ എത്ര ദിവസമായി ഓഫീസിൽ വന്നിട്ട്? ഓംനേഴ്സിന് വല്ലതും കിട്ടിയ എനക്ക്? ദൈവം കൊണ്ട് തന്നെ പക്ക പ്രശ്നം. നമ്മ ഒന്നും അറിയണ്ട. അതൊന്നും പറയണ്ട. അച്ഛനൊന്നും അറിയാണ്ടൊക്കെയാണല്ലോ. അന്വേഷിച്ചപ്പോ അച്ഛനെ നോക്കണ്ട ഒരു വെച്ചിട്ട് കേസ് അത് എല്ലാം ശരിയാവും. നീ ടെൻഷൻ അടിക്കണ്ട. അച്ഛന് മരുന്ന് കിട്ടിയോ? അച്ഛാ അത് മോനാ പോവാൻ പറ. ഒറിജിനല്ല, മിലിറ്ററിയാ. ഇവിടെ ആരും വേണ്ട, അച്ഛനും വേണ്ട, ഓംനേഴ്സും വേണ്ട. ഞാൻ മാത്രമല്ല, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമോ നോക്കട്ടെ. അമ്മാവ